ഹലോ സുഹൃത്തുക്കളെ, പ്രോക്സിമ ബിയിലെ നിശബ്ദരായ നിരീക്ഷകർ എന്ന ഈ കഥാവിവരണത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നോക്കൂ, ഇതൊരു സാധാരണ സയൻസ് ഫിക്ഷൻ കഥയൊന്നുമല്ല കേട്ടോ. നമ്മുടെ മനുഷ്യരാശിയുടെ നിലനിൽപ്പിനെയും ഈ അനന്തമായ പ്രപഞ്ചത്തിൽ ശരിക്കും നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്നതിലെയൊക്കെ ചോദ്യം ചെയ്യുന്ന ഒന്നാണിത്. സത്യം പറഞ്ഞാൽ ഇത് നമ്മയൊക്കെ ഇരുത്തി ചിന്തിപ്പിക്കും. ഒരുപക്ഷേ നാളത്തെ നമ്മുടെ അവസ്ഥ ഇതായിരിക്കാം. അപ്പോൾ ശരി, ഒട്ടും വൈകാതെ നമുക്ക് ഈ യാത്ര തുടങ്ങാം, അല്ലേ? സ്ക്രീനിൽ കാണുന്ന ആ വലിയ നമ്പർ കണ്ടോ? 2050 കേൾക്കുമ്പോൾ എന്തോ വിദൂരമായൊരു ഭാവിയാണെന്ന് തോന്നിയേക്കാം, അല്ലേ? പക്ഷേ അങ്ങനെയല്ല. മനുഷ്യചരിത്രത്തിലെ തന്നെ ഏറ്റവും ഭയപ്പെടുത്തുന്നൊരു നാഴികക്കല്ലാണ് ഈ വർഷം. നമ്മൾ ഇന്ന് കാണുന്ന ഈ പച്ചപ്പും ഈ സുന്ദരമായ ഭൂമിയും നമ്മുടെ ജീവിതവുമെല്ലാം അപ്പാടെ മാറിമറിയുന്നൊരു കാലം. നമ്മുടെയൊക്കെ നിലനിൽപ്പ് തന്നെ ഒരു വലിയ ചോദ്യചിഹ്നമായി മാറുന്ന ആ സമയം എത്ര പെട്ടെന്നാണ് വന്നെത്തുക എന്ന് നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെയാണ് നമ്മൾ 2050 ഭൂമിയുടെ പ്രതിസന്ധി എന്ന അവസ്ഥയിലേക്കെത്തുന്നത്. ഇതിൽ നിന്നാണ് ആകാശെന്ന പേടകത്തിന്റെ യാത്ര തുടങ്ങുന്നത്. ആ സമയത്ത് ഭൂമിയിലെ അവസ്ഥ എന്താണെന്നോ? കുടിവെള്ളവും ശ്വസിക്കുന്ന വായുവും പോലും പണം കൊടുത്ത് വാങ്ങേണ്ടി വരുന്ന തീർത്തും ഇരുണ്ടൊരു കാലം. നമ്മുടെ പ്രകൃതി വിഭവങ്ങളെല്ലാം പൂർണ്ണമായും തീർന്നുപോയിരുന്നു. അപ്പോഴാണ് മനുഷ്യരാശിയുടെ ആകെയുള്ളൊരു പ്രതീക്ഷയായി ക്യാപ്റ്റൻ ആര്യയും അവരുടെ സംഘവും മുന്നോട്ട് വരുന്നത്. മനുഷ്യചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച ശാസ്ത്രജ്ഞരും പര്യവേഷകരും അടങ്ങുന്നൊരു സംഘം. അവർ ആകാശ് എന്ന ആ അത്യാധുനിക പേടകത്തിൽ യാത്ര തിരികുകയാണ്. നോക്കൂ, അതൊരു വെറും യാത്രയായിരുന്നില്ല. കോടിക്കണക്കിന് മനുഷ്യരുടെ ജീവനും ഭാവിയും അവരുടെ തോളിലായിരുന്നു. ഈയൊരു ദൗത്യം പരാജയപ്പെട്ടാൽ പിന്നെ മനുഷ്യരാശിക്കൊരു തിരിച്ചുവരവ് ഉണ്ടാകില്ല എന്ന് ക്യാപ്റ്റൻ ആര്യയ്ക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. ഈ യാത്ര പക്ഷെ ഒട്ടും എളുപ്പമായിരുന്നില്ല കേട്ടോ. വിഭവങ്ങളെല്ലാം തീർന്ന് ശൂന്യമായിക്കൊണ്ടിരിക്കുന്ന ഭൂമിയിൽ നിന്നുള്ള ആകാശിന്റെ വിക്ഷേപണം മുതൽ ഓരോ നിമിഷവും വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു. മാസങ്ങൾ, അതെ, നീണ്ട മാസങ്ങളെടുത്ത ബഹിരാകാശയാത്ര. ചുറ്റും കൂരിരുട്ടും മരവിപ്പിക്കുന്ന തണുപ്പും മാത്രം. ആകാശത്തുകൂടി സഞ്ചരിക്കുമ്പോൾ സമയവും കാലവും എല്ലാം അവർക്ക് നഷ്ടപ്പെട്ടിരുന്നു. എങ്കിലും മനുഷ്യർക്ക് ജീവിക്കാൻ അനുയോജ്യമായ മറ്റൊരു ലോകം, അതുമാത്രമായിരുന്നു അവരുടെ മനസ്സിലെ ലക്ഷ്യം. അങ്ങനെ ആ സുദീർഘവും ഭയപ്പെടുത്തുന്നതുമായ യാത്രക്കൊടുവിലാണ് അവർ ആ നിഗൂഢഗ്രഹത്തിനരികിലെത്തുന്നത്, നമ്മുടെ ലക്ഷ്യസ്ഥാനമായ പ്രോക്സിമ ബി. അങ്ങനെ അവർ ചുവന്ന ആകാശമുള്ള ആഗ്രഹത്തിൽ എത്തിച്ചേരുകയാണ്. നോക്കൂ, മാസങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ അവർ ആ പുതിയ ലോകത്ത് കാൽകുത്തി. നിങ്ങൾ ആ വ്യത്യാസമൊന്ന് ചിന്തിച്ചു നോക്കൂ. എല്ലാം നശിച്ച് ഉണങ്ങി വരണ്ട് പച്ചപ്പ് പാടെ നഷ്ടപ്പെട്ട നമ്മുടെ ഭൂമി. മറുവശത്ത് അവർ ചെന്നിറങ്ങിയ പ്രോക്സിമ ബിയോ, അത് ശരിക്കും സങ്കല്പങ്ങൾക്കും അപ്പുറമായിരുന്നു. ആകാശത്തിന് തിളങ്ങുന്ന ചുവപ്പ് നിറം, താഴെയാണെങ്കിൽ തിളങ്ങുന്ന വെള്ളി നിറമുള്ള മരങ്ങൾ നിറഞ്ഞ കാടുകൾ. മരിക്കാറായ ഭൂമിയിൽ നിന്ന് വന്നവർക്ക് ഇതൊരു വിസ്മയ ലോകം തന്നെയായിരുന്നു. ജീവന്റെ തുടിപ്പുള്ള ഒരു പുതിയ സ്വർഗം കണ്ടെത്തിയതിന്റെ വലിയൊരു ആശ്വാസത്തിലായിരുന്നു അപ്പോൾ ക്യാപ്റ്റൻ ആര്യയും സംഘവും. എന്നാൽ ആ ആശ്വാസം അധികനേരം നീണ്ടുനിന്നില്ല. പെട്ടെന്ന് അവിടത്തെ ആ വലിയ നിശ്ശബ്ദതയെ ഭേദിച്ച് എന്തോ ഒരു വിചിത്രമായ ശബ്ദം കേട്ടു. കാറ്റിന്റെ ഇരമ്പൽ പോലെയോ മൃഗങ്ങളുടെ ശബ്ദം പോലെയോ ആയിരുന്നില്ല അത്. വളരെ കൃത്യതയുള്ള, ബുദ്ധിശക്തിയുള്ള എന്തോ ഒന്നിന്റെ സാന്നിധ്യം വിളിച്ചറിയിക്കുന്ന ഒരു ശബ്ദം. അത് കേട്ടതും ആര്യയുടെയും സംഘത്തിന്റെയും ശ്വാസം നിലച്ചുപോയി എന്ന് തന്നെ പറയാം. അതെ, ആ നിമിഷം അവരൊരു വലിയ സത്യം തിരിച്ചറിഞ്ഞു. ആ വിശാലമായ ഗ്രഹത്തിൽ, ആ ചുവന്ന ആകാശത്തിന് കീഴിൽ അവർ തനിച്ചല്ല. ഇവിടെയാണ് അവരെ, അതായത് ആ നിശബ്ദരായ നിരീക്ഷകരെ നമ്മൾ പരിചയപ്പെടുന്നത്. അവരുടെ മുന്നിൽ നിന്ന് ആ ജീവിയുടെ രൂപം വളരെ വിചിത്രമായിരുന്നു. എന്നാൽ അതേസമയം അതിശയകരവും. പൂർണ്ണമായും സുതാര്യമായൊരു ശരീരം, അതിൽ തിളങ്ങുന്ന വലിയ കണ്ണുകൾ, ഒറ്റനോട്ടത്തിൽ ആരെയും ഭയപ്പെടുത്തുന്ന രൂപം. എന്നാൽ അത്ഭുതമെന്ന് പറയട്ടെ, ആ ജീവിയുടെ പെരുമാറ്റം വളരെ ശാന്തമായിരുന്നു. അതിൽ യാതൊരുവിധ ആക്രമണോത്സുകതയും ഉണ്ടായിരുന്നില്ല. മറിച്ച് എല്ലാം അറിയാവുന്ന ഒരാളുടെ വലിയൊരു ശാന്തതയായിരുന്നു അതിന്. തങ്ങളെ ഉപദ്രവിക്കാൻ വന്നതല്ലെന്നും ആശയവിനിമയം നടത്താൻ അതിന് താൽപ്പര്യമുണ്ടെന്നും ക്യാപ്റ്റൻ ആര്യയ്ക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായി. തുടർന്ന് നടന്നത് ആരും പ്രതീക്ഷിക്കാത്ത വലിയൊരു സംഭവമായിരുന്നു. ആ ജീവി പതുക്കെ തന്റെ കൈ മുകളിലേക്ക് ആ ചുവന്ന ആകാശത്തേക്കുയർത്തി. അപ്പോൾ അവിടെ തെളിഞ്ഞുവന്നത് മറ്റൊന്നുമായിരുന്നില്ല, നമ്മുടെ സ്വന്തം ഭൂമിയുടെ വളരെ വ്യക്തമായ തിളങ്ങുന്ന ഒരു ഹോളോഗ്രാഫിക് ഭൂപടം. അതും ഭൂമിയിലെ വൻകരകളും സമുദ്രങ്ങളുമെല്ലാം കൃത്യമായി അടയാളപ്പെടുത്തിയൊരു മാപ്പ്. നിങ്ങളൊന്നാലോചിച്ചു നോക്കൂ, ഭൂമിയിൽ നിന്ന് കോടിക്കണക്കിന് മൈലുകൾ അകലെയുള്ള മനുഷ്യൻ ആദ്യമായി കാലുകുത്തിയെന്ന് കരുതിയ ഒരു അന്യഗ്രഹത്തിലെ ജീവിയുടെ കയ്യിൽ നമ്മുടെ ഭൂമിയുടെ മാപ്പ്. ആ കാഴ്ച കണ്ട് ക്യാപ്റ്റൻ ആര്യയും സംഘവും ശരിക്കും സ്തംഭിച്ചുപോയി. നമ്മേക്കാൾ എത്രയോ മടങ്ങ് ബുദ്ധിയുള്ളവരാണവർ. അതെ, ആ നിമിഷം ക്യാപ്റ്റൻ ആര്യയ്ക്ക് ആ വലിയ ഭയപ്പെടുത്തുന്ന സത്യം ബോധ്യപ്പെട്ടു. സാങ്കേതിക വിദ്യയിലും ബുദ്ധിശക്തിയിലും പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവിലും ഈ അന്യഗ്രഹ ജീവികൾ നമ്മളെക്കാൾ ബഹുദൂരം മുന്നിലാണ്. ഇതൊരു സാധാരണ കൂടിക്കാഴ്ചയായിരുന്നില്ല, മറിച്ച് പൂർണ്ണമായും അവരുടെ നിയന്ത്രണത്തിലുള്ള ഒന്നായിരുന്നു അത്. നോക്കൂ, ഇവിടെയാണ് മനുഷ്യരാശിയുടെ അഹങ്കാരത്തെ ചോദ്യം ചെയ്യുന്ന ആ വലിയ തിരിച്ചറിവുണ്ടാകുന്നത്.
എന്താണെന്നോ, ഭൂമിയിൽ നിന്ന് ഒരു പുതിയ ലോകം തേടി പ്രോക്സിമ ബിയിലേക്ക് വന്ന നാമല്ല അവരെ കണ്ടെത്തിയത്. മറിച്ച് അവർ കാലങ്ങളായി നമ്മെ നിരീക്ഷിക്കുകയായിരുന്നു. നമ്മൾ വളർന്ന് സാങ്കേതികമായി പുരോഗമിച്ച് ബഹിരാകാശ പേടകങ്ങൾ നിർമ്മിച്ച് അവരെ തേടി അവിടെ എത്തുന്നതുവരെ അവർ വളരെ ക്ഷമയോടെ കാത്തിരിക്കുകയായിരുന്നു. ചിന്തിക്കുമ്പോൾ തന്നെ അത്ഭുതം തോന്നുന്നുണ്ടല്ലേ? നമ്മളെക്കാൾ എത്രയോ മടങ്ങ് ബുദ്ധിശക്തിയുള്ള ആ നിശ്ശബ്ദ നിരീക്ഷകർക്ക് മുന്നിൽ നമ്മൾ വെറുമൊരു പരീക്ഷണം മാത്രമായിരുന്നിരിക്കാം. ഈ ഒരു ഘട്ടത്തിൽ ഒരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. വിശാലമായ ഈ പ്രപഞ്ചത്തെ അന്വേഷിച്ചിറങ്ങിയവർ നമ്മളാണോ, അതോ ഇക്കാലം അത്രയും മറ്റാരോ നമ്മേക്കാൾ ബുദ്ധിയുള്ള ഏതോ വലിയ ശക്തി നമ്മെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു? ഈ പ്രപഞ്ചത്തിൽ നാം തനിച്ചല്ല എന്ന ചിന്ത എത്രത്തോളം ആവേശകരമാണോ അത്രത്തോളം തന്നെ ഭയപ്പെടുത്തുന്നതുമാണല്ലേ? ഇതിനെക്കുറിച്ച് നിങ്ങളുമൊന്ന് ചിന്തിച്ചു നോക്കൂ. അപ്പോൾ ഈ വിവരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.